ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും CJ റോയിയുടെ വീഡിയോ തന്നെയാണ്. ഇപ്പം അതേപ്പറ്റിയാണല്ലോ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ചർച്ച നടന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടൊരു വീഡിയോയുടെ ഏകദേശം ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD വന്ന് കുറച്ച് കാര്യം പറയുന്നുണ്ട്. ശവന്തീനികളായ യൂട്യൂബേഴ്സ് ഈ അപവാദ പ്രചരണം നടത്തുന്ന ഒരു മരിച്ചുപോയ ആളെ ബഹുമാനിക്കണ്ടേ, ഇങ്ങനത്തെ വർത്താനാണ് പറയേണ്ടതെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് അത് കേട്ടു തുടങ്ങാം. നിങ്ങളെന്തോ കമ്പനിയുടെ അകത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ CBIയിലോ EDയിലോ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെയാണ് നിങ്ങളെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വെറുതെ ഈ കഴുകന്മാരെ പോലെ മരിച്ചുപോയ ഒരു ഡെഡ് ബോഡിയെ തിന്നുന്ന ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിർത്തുക. മരിച്ചുപോയ ആളെ ഇതിനും വേണ്ടും അപകീർത്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷം? അതെല്ലാം നിർത്തുക. ഇദ്ദേഹം പറയുന്നത് വളരെ 100% കറക്റ്റാണ്. ഇപ്പം യൂട്യൂബേഴ്സ് ആണെങ്കിലും മീഡിയക്കാരാണെങ്കിലും ഇങ്ങനെ പല കഥകൾ പറയും. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു കാര്യത്തിനോട് യോജിപ്പില്ലെന്നേ ഉള്ളൂ. അതായത് ഈ CJ റോയി എന്ന വ്യക്തിക്ക് അവിഹിതമുണ്ടായിരുന്നെന്നും റേഡി പിടിച്ചില്ല, നമ്പൂരിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്നും അതിനു മുന്നേ അവിടെ വെച്ച് റേഡി പിടിച്ചിട്ടുണ്ട് എന്നും ലതാ നമ്പൂരിയെയും CJ റോയിയും കൂടെ റേഡി പിടിച്ച് ഇങ്ങനെ കുറെ അപവാദ പ്രചരണമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വെറുതെ പ്രചരിപ്പിക്കുന്ന, കിട്ടിയ ഒരു അവസരത്തിൽ പ്രചരിക്കുന്ന. ഇദ്ദേഹം ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ, അവരിപ്പോഴും വൈഫായിട്ട് കൂടെയുണ്ട്, അല്ലാതെ വേറൊരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നിട്ടില്ല. നമ്പൂതിരിയുടെ ഭാര്യയും മക്കളും ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. മക്കളുടെ കല്യാണത്തിന് പങ്കെടുത്തവരുടെ വോയിസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ലതാ നമ്പൂരി വേറൊരു മനുഷ്യരെ പ്രസംഗിക്കുന്നു ഇട്ടിട്ടുണ്ട്. അവരൊരു ഫാമിലി ആയിട്ട് ഒന്നിച്ച് ജീവിച്ചു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ചുമ്മാ കുറെ ആൾക്കാർ ചെയ്യുന്നു, അവരിത് കെട്ടിയായിരുന്നു, അവരെ തട്ടിക്കൊണ്ടുപോയി, അല്ലെ അവരെ ഉപേക്ഷിച്ചു, അങ്ങനെ പല കഥ. അതല്ലായിരുന്നു. പക്ഷെ ഇപ്പം അതല്ലാതെ ഈ കള്ളപ്പണ പരിപാടിയും ഇൻകം ടാക്സിനെ വെട്ടിച്ച കേസ് കിട്ടും, സിനിമാ നടന്മാരുടെ പൈസയുടെ അകത്തുണ്ട്, രാഷ്ട്രീയക്കാരുടെ പൈസയുണ്ട്, കർണാടകത്തിലെയും ഇവിടത്തെയും വലിയ രാഷ്ട്രീയക്കാരുടെ പൈസയുണ്ടെന്നൊക്കെ പറയുന്നത് ഈ ഇദ്ദേഹം പറയുന്ന പോലെ അത് പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ് നുണയാണ്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു നികുതി വെട്ടിപ്പുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യില്ല എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്, MD പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രം അത്ര വിശ്വാസമില്ല. അങ്ങനെ നോക്കുമ്പം ഒരു ചോദ്യം അവിടെ വരുന്നില്ലേ? അങ്ങനെയാണ് ചുമ്മാ ഇരിക്കുന്ന ഒരാൾ ഒരു ഇൻകം ടാക്സ് ഒരു റെയ്ഡിന് വന്നാൽ മരിക്കേണ്ട കാര്യം എന്താ? അവര് പറയുന്ന പിഴ അടിച്ചാൽ പോരെ, എത്ര കോടിയാണേലും അടച്ചാൽ പോരെ? 5 പൈസ ലോൺ പോലും ഇല്ലാത്തൊരു വ്യക്തിയല്ലേ, പിന്നെ എന്തിനാണ് മരിക്കുന്നത്? അപ്പൊ അവിടെ ഒരു കള്ളത്തരമുണ്ട്. ഒരു കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അതുകൂടെ കേൾക്കാം. ബിസിനസ് ആണ് നോക്കി നടത്തുന്നത് എന്ന് ജോസഫ് ഇപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മരണശേഷം പുറത്തു വരുന്ന വാർത്തകൾ, അതിൽ ഉപഭോക്താക്കൾ ആരും തന്നെ ഭയപ്പെടേണ്ട, അതിലൊരു ആശങ്കയും കാണേണ്ടതില്ല. അങ്ങനെ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തന്നെ വ്യാജ വാർത്തകളാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ചില യൂട്യൂബർമാരാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് TA ജോസഫ് പറയുന്നത്. കമ്പനിയെ തകർക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ശവം തീനികളെ പോലെയാണ് ഇവർ പെരുമാറുന്നതെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, EDയോ CBI ഒന്നും തന്നെ ഞങ്ങളുടെ പുറകിലില്ല, അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, കമ്പനിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം എത്തി എന്നതടക്കമുള്ള പ്രചാരണങ്ങൾ, ഫെമയുമായി ബന്ധപ്പെട്ട കേസൊക്കെ നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെ TA ജോസഫ് നിഷേധിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായ മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു തെറ്റായ മാർഗത്തിലൂടെ പോയാൽ പിന്നെ താൻ ഈ കമ്പനിയിൽ തന്നെ ഉണ്ടാവില്ല, താനൊരു ദൈവവിശ്വാസിയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ അദ്ദേഹം നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം, അത് യഥാർത്ഥത്തിൽ കമ്പനിയുടെ പേര് ചീത്തയാക്കുന്ന, കമ്പനി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വരുമ്പോൾ അത് പ്രതിരോധിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ സത്യസന്ധനായ മനുഷ്യനാണ്, ദൈവവിശ്വാസമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ അങ്ങനെ ഒരു കള്ളപ്പണമോ യാതൊരു തകർച്ചയൊന്നും ഇല്ലായിരുന്നു എന്നാണ്. ആ ഒരു ഭാഗം മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല. ബാക്കി നമ്പൂരിക്കഥയൊക്കെ വെറുതെ അടിച്ചുവിടുന്ന. പക്ഷെ ഈ പണത്തിന്റെ കാര്യം മനോരമയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്, പിന്നെ മറുനാടൻ, ന്യൂസ് 8 അവരൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അത് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അതില്ലാത്ത കാര്യമുണ്ട്. അല്ലാതെ ഒരു കാര്യമില്ല, ചുമ്മാ ഒരു രസത്തിന് വേണ്ടി എടുത്ത് ആരും നെഞ്ചിന് നേരെ വെടിയേൽക്കും. അതും ഒരു ശബ്ദം പോലും വെളിയിൽ വരാത്ത രീതിയിൽ വിദേശ രാജ്യത്ത് എവിടെയോ നിർമ്മിച്ച ഒരു തോക്കാണത്. അതുകൊണ്ടാണ് ആരും അറിയാതെ വന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നില്ലേ, യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ കള്ളപ്രചരണം നടത്തും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, യൂട്യൂബേഴ്സ് കള്ളപ്രചരണം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഏതാന്ന് ചോദിച്ചാൽ ആ നമ്പൂരി പ്രശ്നമാണ്. അതല്ലാതെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡുള്ള യൂട്യൂബേഴ്സായ ആൾക്കാർ പറയുന്ന കാര്യമാണ്
ഇതിന്റെ അകത്തെ നികുതി വെട്ടിപ്പും വലിയ രാഷ്ട്രീയക്കാരും വലിയ സിനിമാക്കാരും എല്ലാം കൊണ്ട് പണം കൊണ്ടിട്ടിട്ട് ഇദ്ദേഹത്തെ UAE ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇദ്ദേഹത്തിന്റെ സോഴ്സ് പണത്തിന്റെ സോഴ്സ് കള്ളപ്പണം ഉണ്ടോ എന്ന് അന്വേഷണം ആരംഭിച്ചെന്ന് മനസ്സിലായപ്പോൾ അതിന്റെ പേര് ഇങ്ങേര് സ്റ്റേ വാങ്ങിയിട്ടുണ്ടായിരുന്നു 2026 വരെ. സ്റ്റേ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സ് കയറി പണി കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു ന്യൂസൊക്കെ ഈ പണം നിക്ഷേപിച്ച വലിയ വലിയ രാഷ്ട്രീയക്കാരും വലിയ വലിയ സിനിമാക്കാരും അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ നിക്ഷേപം അവർ പിൻവലിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ കമ്പനി പൊട്ടും. രണ്ടാമത് റെയ്ഡ് വന്നിട്ടുണ്ട്. റെയ്ഡിന് കൊടുക്കേണ്ട പിഴ അടയ്ക്കാന്ന് പറഞ്ഞാൽ അതും കോടികളാണ്. അതിലുപരി ജാമ്യമില്ലാതെ ചിലപ്പോൾ പണ്ടത്തെ ബിസ്ക്കറ്റ് രാജൻ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് രാജാവൊക്കെ ജയിലിൽ കിടന്ന് രക്തം ഛർദ്ദിച്ച് മരിച്ചോ അല്ലെ ജാമ്യം പോലും ഇല്ലാതെ അകത്ത് കിടക്കേണ്ട വരികയും എല്ലാം ചെയ്യും. അപ്പൊ ഒരുമാതിരി ചെകുത്താനും കടലിലും നടക്കുക. കാരണം ഇതിനകത്ത് പണം നിക്ഷേപിച്ചവരുടെ പേര് പറയാൻ പറ്റില്ല. പേര് പറഞ്ഞാൽ തീർന്നു. അവരത്രയും കർണാടകത്തിലും കേരളത്തിലും ഒക്കെയുള്ള അത്ര ഉന്നത രാഷ്ട്രീയക്കാരും സിനിമാക്കാരും അവരുടെ പേര് പറയാൻ പറ്റിയല്ല. അവരുടെ പണം പോകുന്ന അവസ്ഥ ഇതെല്ലാം കൂടെ വന്ന് നടുക്കവപ്പെട്ടിട്ടാണ് ഈ കടുങ്കൈ ചെയ്തത്. ആ ന്യൂസാണ് ഒരുമാതിരിയുള്ള യൂട്യൂബേഴ്സ് ചെയ്തത്. അതിനെതിരെയാണ് ഈ MD പറഞ്ഞത്. അപ്പൊ ആ ന്യൂസ് ളെക്കാൾ ഉപരിയായി തന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ചവരുടെ ഭയവും സമ്മർദ്ദവുമാണ് റോയിയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന നിഗമനം കേരളത്തിലെയും കർണാടകയിലെയും ബിസിനസ് രാഷ്ട്രീയ വൃത്തങ്ങളെ ഒരുപോലെ പിടിച്ചുലയ്ക്കുന്നു. ഒരു സാധാരണ വ്യവസായി മാത്രമായിരുന്നില്ല, വിപണിയുടെ നാടിമിടിപ്പ് തിരിച്ചറിഞ്ഞ ഒരു തന്ത്രജ്ഞനായിരുന്നു CJ റോയി. കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം വലിയ പങ്കുവഹിച്ചു. 100 കണക്കിന് ഫ്ളാറ്റുകളും വില്ലകളും വാണിജ്യ സമുച്ചയങ്ങളും അദ്ദേഹത്തിന്റെ കീഴിൽ ഉയർന്നു വന്നു. എന്നാൽ റിയൽ എസ്റ്റേറ്റ് എന്നത് വെറുമൊരു നിർമ്മാണ മേഖലയല്ല, മറിച്ച് വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം ആവശ്യമുള്ള ഒരു ചതുരംഗക്കളമാണ്. അവിടെ നിയമവിധേയമായ പണത്തോടൊപ്പം തന്നെ സ്രോതസ് വെളിപ്പെടുത്താനാകാത്ത കള്ളപ്പണവും ഒഴുകാറുണ്ട് എന്നത് ഈ രംഗത്തെ പരസ്യമായ രഹസ്യമാണ്. റോയിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും തങ്ങളുടെ നിക്ഷേപങ്ങൾക്കായി ഏറ്റവും സുരക്ഷിതമായ താവളമായി കണ്ടത് കോൺഫിഡന്റ് ഗ്രൂപ്പിനെയായിരുന്നു. ഈ വലിയ ബന്ധങ്ങളാണ് ഒടുവിൽ അദ്ദേഹത്തിന് ഇണയായി മാറിയത്. CJ റോയിയുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്ക് പണം ഒഴുക്കിയവരിൽ ഭൂരിഭാഗവും കേരളത്തിലെയും കർണാടകത്തിലെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മലയാളം കന്നഡ സിനിമാ മേഖലയിലെ മുൻനിര താരങ്ങളുമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണം നിക്ഷേപിക്കുന്നത് താരതമ്യേന സുരക്ഷിതമാണെന്നതും വലിയ ലാഭം നൽകുമെന്നുള്ള വിശ്വാസമാണ് ഇവരെ റോയിലേക്ക് പഠിപ്പിച്ചത്. എന്നാൽ സമീപകാലത്ത് കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകളിൽ പിടിമുറുക്കിയതോടെ കാര്യങ്ങൾ മാറി. തങ്ങളുടെ പണത്തിന്റെ സ്രോതസ് കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ വെളിപ്പെടും എന്ന ഭയം ഈ ഉന്നത നിക്ഷേപകരെ പിടികൂടി. ഇതോടെ റോയിയെ കുരുക്കി തങ്ങൾ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഇവർ ആരംഭിച്ചതായാണ് വിവരം. കഴിഞ്ഞ 6 മാസമായി റോയ് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ജീവനക്കാരും സാക്ഷ്യപ്പെടുന്നു. കടബാധ്യതകളെക്കാൾ ഉപരിയായി നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ തളർത്തിയത്. തങ്ങൾ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ ഉടൻ തിരികെ നൽകണമെന്ന ആവശ്യവുമായി പ്രമുഖർ റോയിയെ നിരന്തരം പിടിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെ ഗ്രൂപ്പ് ആസ്ഥാനത്ത് പരിശോധനയ്ക്കെത്തുന്നത്. ജനുവരി 30 നടന്ന ഈ പരിശോധനയിൽ പല സുപ്രധാന രേഖകളും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് നിക്ഷേപകരുടെ പട്ടികയും അവരുടെ സാമ്പത്തിക സ്രോതസ്സും സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്താൻ റോയ് നിർബന്ധിതനായി. തന്റെ കൂടെ നിന്നവരെ ഒറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ നിയമത്തിന്റെ മുൻപിൽ സ്വയം ബലിയാടാകാനോ വയ്യാത്ത അവസ്ഥ റോയിയെ തളർത്തിയിരിക്കാം. അന്വേഷണ സംഘം കണ്ടെടുത്ത റോയിയുടെ കുറിപ്പുകളിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വ്യക്തമാണ്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ താൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി പണമില്ലാത്തതല്ല, മറിച്ച് താൻ നൽകിയ വാക്കുകൾ പാലിക്കാൻ കഴിയാത്തതാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും പണം തിരിച്ചു ചോദിച്ചു തുടങ്ങിയതോടെ അദ്ദേഹം ഏകാന്തനായി മാറി. പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച പണം പെട്ടെന്ന് തിരികെ നൽകുക എന്നത് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ഒരു മേഖലയിൽ അസാധ്യമാണ്. ഭൂമിയായും കെട്ടിടങ്ങളായും കിടക്കുന്ന നിക്ഷേപങ്ങൾ ലിക്വിഡ് ക്യാഷ് ആയി മാറ്റാൻ സമയമെടുക്കും. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന ഭയന്ന് നിക്ഷേപകർ ഈ സാവകാശം നൽകാൻ തയ്യാറായില്ല. ഈ 6 മാസം റോയിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു. ഒടുവിൽ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു. ഈ കേസിലെ ഏറ്റവും നിർണായകമായ വശം നിക്ഷേപങ്ങളുടെ സ്രോതസ്സാണ്. ബിസിനസ് മേഖലയിൽ കാണിക്കാത്ത വലിയൊരു തുക റോയിയുടെ കൈകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നിക്ഷേപകരുടെ പേരുകൾ വെളിപ്പെടുത്തിയാൽ അത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്കും സിനിമാ ലോകത്തെ അഴിമതികളിലേക്കും വിരൽ ചൂണ്ടുമെന്ന കാര്യം റോയിക്ക് അറിയാമായിരുന്നു. തന്നെ വിശ്വസിച്ചവരെ ചതിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ലായിരിക്കാം. അതോടൊപ്പം തന്നെ പണം നൽകിയവർ സ്വാധീന ശക്തിയുള്ളവരായതിനാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളും അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ടാകാം. ഈ ഇരട്ട സമ്മർദ്ദമാകാം തോക്കെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. CJ റോയിയുടെ മരണം കേരളത്തിലെയും കർണാടകത്തിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. കള്ളപ്പണത്തിന്റെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ പടുത്തുയർത്തുന്ന സാമ്രാജ്യങ്ങൾ എത്ര വലിയതാണെങ്കിലും അവയ്ക്ക് ഒരു തകർച്ചയുണ്ട്. രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും തങ്ങളുടെ കയ്യിലുള്ള അധിക പണം വെളുപ്പിക്കാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു വ്യവസായിയുടെ ആത്മഹത്യ എന്നതിലുപരി ഇത് സിസ്റ്റത്തിന്റെ തന്നെ പരാജയം. ഇത് കേട്ടില്ലേ? ഇപ്പൊ ഈ കേട്ട വാർത്ത 2 ആവർത്തി മനസ്സിരുത്തി കേട്ട എന്താണ് ഈ
സ്വയം ഈ ഇങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്യാൻ സി ജെ റോയി ആ ഒരു അവസ്ഥയിലേക്ക് ഇതുപോലത്തെ ഒരു കടുങ്കൈ ചെയ്യാൻ എത്തിച്ചേർന്ന് എന്താണെന്നുള്ളത് ഈ ഒരു വാർത്ത ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് സത്യമാണ്, അല്ലാതെ MD പറയുന്ന പോലെ ഇത് സത്യമല്ലാതല്ല എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത അപവാദ പ്രചരണങ്ങളൊക്കെ ഇത് കാരണ സഹിത പറയുന്നത്. ഇതിവിടെ കേരളത്തിൽ ഇങ്ങനെ 25 ലാലേട്ടൻ മേടിക്കുന്ന 25 കോടി, മമ്മൂക്ക മേടിക്കുന്നത് 15 കോടി, ഇതുവെല്ലാം ഗവൺമെന്റിന് ആ മേടിച്ചതിന്റെ നികുതി അടച്ചിട്ടാണ് അവരുടെ കിട്ടുന്ന പണം വെളുപ്പിക്കാൻ അവർക്ക് ഏറ്റവും നല്ല മേഖല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. ഇത് തന്നെയല്ല, ഇനി ഇതുപോലത്തെ ഇഷ്ടംപോലെ റിയൽ എസ്റ്റേറ്റുകാരുണ്ട്. ആ റിയൽ എസ്റ്റേറ്റുകാരാണ് ഈ കാശ് മേടിച്ചിട്ട് അവർ കൊണ്ടുപോയി സ്ഥലവും കെട്ടിടമായിട്ട് മാറ്റി കഴിയുന്നത്. നിപ്പിൽ റെയ്ഡ് വരും, അല്ലെ ഇങ്ങേർക്ക് നികുതി അടയ്ക്കേണ്ടി വരും എന്നറിയുന്ന നിമിഷം ഇവരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 100 കോടി ഇട്ടാൽ അതിന്റെ ഇരട്ടിയായിട്ട് ഇവർക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരിവിടെ കൊണ്ട് പണം ഇടുന്നത്. അപ്പൊ അവരെപ്പോഴും ആ കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവരുടെ ഇവിടെ റെയ്ഡ് വന്ന് റോയിയുടെ സ്ഥാപനത്തിന് പ്രശ്നമാകുന്നുണ്ട്. ആ നിമിഷം ഇവര് നിക്ഷേപം പിൻവലിക്കാനാണ് ഇവര് നോക്കുന്നത്. ഇവര് നിപ്പിൽ സാവകാശം കൊടുക്കാതെ പൈസ വേണമെന്നും പറഞ്ഞ് നിർബന്ധിക്കുകയും ചെയ്യാം. ലിക്വിഡ് പണമായിട്ടെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാനില്ലല്ലോ, എല്ലാം ബിസിനസ്സിൽ ഇറക്കുമല്ലേ ചെയ്യുന്നത്, അത് കൊടുക്കണം. രണ്ടാമത് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഈ പറയുന്ന സിനിമ പ്രമുഖ താരങ്ങളാണെന്ന് അറിയാലോ, അവരുടെ ഒന്നും പേര് പറഞ്ഞ് അവരുടെ ഒന്നും അവരുടെ ഇമേജ് കളയാൻ പുള്ളി ആഗ്രഹിച്ചിരുന്നില്ല. പുള്ളി ഉയിരിനും മീതെ വാക്കിന് വില, അഭിമാനിയായ ഒരു മനുഷ്യനാണ്. ചെറുപ്പത്തിൽ ഏതോ ഒരു സെയിൽസ്മാൻ ഇൻസൾട്ട് ചെയ്തതിന്റെ പകരമായിട്ട് കാറ് വാങ്ങിക്കൂട്ടിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അഭിമാനിയും കൂടെയാണ് അദ്ദേഹം. അപ്പൊ ഇവരുടെ അഭിമാനത്തിൽ ഇവരുടെയൊക്കെ പേര് വിളിച്ച് ആദായ നികുതിക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് വേണേ തീർത്ത് കളയും ഇദ്ദേഹത്തെ. അത് വേറൊരു കാര്യം. അത് കർണാടകത്തിലെ ആൾക്കാരും ഉണ്ട്. അപ്പൊ കേരളത്തിലെ പോലെ തന്നെയുള്ള നടന്മാരും രാഷ്ട്രീയക്കാരും അല്ല കർണാടകത്തിൽ. അപ്പൊ ഇതെല്ലാം കൂടെ വന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ എന്താ പറയാ, അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഒരു നിവൃത്തിയില്ല, ഒരടി മുന്നോട്ട് വെക്കാൻ മേലാത്ത കൊണ്ട് മാത്രം ചെയ്ത ഈ കടുങ്കൈ. ഇത് കണ്ടാന്ന് ഇത് നുണയാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നലെയും ഇത് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ഇത് നുണയാണെന്ന്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.